ഞാൻ ഇത്ര നാളും കെട്ടിപ്പോക്കി എൻ്റെ സാമ്രാജ്യം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ് ഒന്ന് നശിപ്പിക്കുകയാണ്. നേരിട്ട് കണ്ട എന്തെങ്കിലും കല്ലെടുത്തെറിയേ എന്തെങ്കിലും ചെയ്യാം, പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെയാണ് നോക്കിയത് ഇനി എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ ഒരു തരത്തിലും തടസ്സം വരാത്ത ബിസിനസ് എന്തുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ഞങ്ങൾ 2020 ജസ്പെയ്ഡ് എന്ന കമ്പനിക്ക് രൂപം കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു ഇ-കോമേഴ്സ് കമ്പനിയാണ് തുടങ്ങിയത്. പക്ഷെ അവിടെയും സംഭവിക്കുന്നത് എനിക്ക് രക്ഷപ്പെടാം, എൻ്റെ കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുത്താൽ അവർ രക്ഷപ്പെടാതെ എനിക്കറിയാം. ആ ശമ്പളം കൊണ്ട് ഒരു വീട്ടിൽ ചിലവല്ലേ നടക്കുള്ളൂ, ചില്ലറ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഇവരെയും സമ്പന്നമാക്കി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിൽ ഉദിച്ചൊരു ആശയമാണ് അന്ന് അറിയാൻ സാധിച്ച്. ഇത് 2021 ഞങ്ങൾക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവിടെ ഇന്ത്യയിൽ 2000 ടണ്ണ് ചന്ദനം ആവശ്യമുണ്ട്, സാൻഡൽവുഡ്. അറിയാലോ, നമ്മളെ അമ്പലത്തിൽ നെറ്റി തൊടാനും പിന്നെ സാൻഡൽവുഡ് ഓയിൽ, സോപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങള്, പിന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചന്ദനത്തിന് ആവശ്യകതയുണ്ട്. പക്ഷേ 2000 ടണ്ണ് വേണ്ടെടുത്ത് 100 ടൺ പോലും ഈ ചന്ദനം ഇന്ത്യയിലില്ല. ഓക്കെ, ഒരു കാര്യം ആലോചിക്കാനുള്ളത്, ഈ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം ഇന്ത്യയുടെ കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ്. മറയൂരിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിമുളച്ച് വരുന്നത്. എന്നിട്ടും ഇത് ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയിൽ ആരും ഇത് ചെയ്യുന്നില്ല. ഞങ്ങള് ആദ്യം ചന്ദന പറഞ്ഞപ്പോൾ തന്നെ പലയിടത്തും ആശയം പറഞ്ഞപ്പോൾ അയ്യോ വീരപ്പനാണോ ഇങ്ങനെ പറഞ്ഞു, ഇത് മറ്റേ മീശയില്ലാത്ത വീരപ്പൻ എന്നുള്ള പേരൊക്കെ വരും എന്ന് പറഞ്ഞു. നമ്മൾ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ ശ്രദ്ധിച്ച കാര്യം, അത്രയ്ക്കും നല്ലൊരു പ്രൊജക്റ്റ്, ആളുകൾക്ക് ഡിമാൻഡുള്ള സാധനം ഓൾറെഡി ഇവിടെ ഉണ്ട്, എന്തുകൂടെ അത് ചെയ്തുകൂടാ? ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്താ സാധിച്ചത്, ഈ ചന്ദനം എല്ലായിടത്തും വളരില്ല. 3 ചലഞ്ചസ് ഇതിലുണ്ട്. ഒന്നാമതായിട്ട് ഇത് പശ്ചിമഘട്ടം, അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഈ 4 സംസ്ഥാനങ്ങളിൽ ഇത് വളരുള്ളൂ പശ്ചിമഘട്ടത്തിൽ, കാരണം ഹൈറ്റ് വേണമെങ്കിൽ. രണ്ടാമതായിട്ട് ഇത് കേരളത്തിലാണെങ്കിൽ 3 ജില്ലകൾ മാത്രമേ അത്തരത്തിലുള്ളൂ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ പൊക്കം വേണം. ഇതിന് കടൽക്കാറ്റ് കൊള്ളാൻ പാടില്ല. വയനാട്, ഇടുക്കി, അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, ഈ 3 ജില്ലകളുള്ളത്. അങ്ങനെ പത്തനംതിട്ടയും ഇടുക്കി നോക്കിയപ്പോൾ അവിടെ ചെറിയ പ്രോബ്ലം, അവിടെ റെഡ് സോണിൽ കിടക്കുകയാണ്. അവിടെ ഒരുപാട് ഭീഷണിയുണ്ട് അവിടെ. വയനാട് നോക്കിയപ്പോൾ ഏകദേശം ഒരു 18% സ്ഥലങ്ങൾ റെഡ് സോണും ബാക്കിയുള്ളത് ഗ്രീൻ സോണാണ്. അതായത് അവിടെ 50 വർഷങ്ങൾക്ക് മുമ്പ് പോലും മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലം, 50 വർഷം ശേഷം വരാതിരിക്കുന്ന സ്ഥലം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വയനാട് സെലക്ട് ചെയ്തു. അപ്പൊ ഇത് പലരും ചെയ്യാത്ത കാരണം ഇത് കാലാവസ്ഥ ഒരു പ്രത്യേകമായിട്ടുള്ള കാലാവസ്ഥ തന്നെ വേണം. ഓവർ തണുപ്പും പാടില്ല, ഓവർ ചൂടും പാടില്ല, അതിന് പ്രത്യേക കാലാവസ്ഥ വേണം. മാത്രമല്ല മണ്ണ് എങ്ങനെയാണ്? മണ്ണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കറുത്ത മണ്ണാണ് ഏറ്റവും കൂടുതൽ ഇതിന് അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ ഈ ബ്ലാക്ക് സോയില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട്ടിലെ പുൽപ്പള്ളി മേഖല. അങ്ങനെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നു, പുൽപ്പള്ളിയിൽ എത്തുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ പുതിയ കഥ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ ചന്ദനത്തിന്റെ ഈ കൃഷിയിൽ 3 പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ചന്ദനം വളർത്താനായിട്ട് ഈ സാൻഡൽവുഡ് എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റ് ആണ്, അർദ്ധപരാഗ സസ്യം. ഒറ്റയ്ക്ക് വളരില്ല. ഇത് ജസ്റ്റ് തൈയാവുമ്പോൾ തന്നെ ഇത് ഒറ്റയ്ക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചന്ദന തൈക്കില്ല. അപ്പൊ ആദ്യം ഒരു ചീര വെച്ചിടുന്നു. ആ ചീരയിൽ നിന്നുള്ള വേരിൽ നിന്നുള്ള വെള്ളവും വളവും വലിച്ചെടുത്തിട്ടാണ് ഇവ വളരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചീരയുടെ വേര് പറ്റാണ്ട് വരും. നെക്സ്റ്റ് ഞങ്ങള് തൂരപ്പയറ വെക്കാം. അതും കുറച്ച് കഴിയുമ്പോൾ ശീമക്കൊന്ന. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇവർക്ക് സപ്പോർട്ടിങ്ങിന് ആളെ കൊടുക്കണം, എങ്കിലും വളരാൻ പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തത്, ഇത് വളരുമ്പോൾ തന്നെ കുറച്ച് വളർന്ന് വലുതായാൽ ഈ പറഞ്ഞ പോലെ വീരപ്പന്റെ പിൻഗാമികളും ഇവിടെയുണ്ട്, അവര് ഇത് മോഷ്ടിച്ചുകൊണ്ടും പോകും. ഈ 2 പ്രോബ്ലം. മൂന്നാമത്തത്, ഇത് ലോങ് ടൈം ആണ്. 10 വർഷമെങ്കിലും കഴിഞ്ഞാലേ ഇതിന് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പൊ 10 കൊല്ലം ഇതിനെ കാത്ത് പരിപാലിക്ക് പ്രൊട്ടക്ട് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അത് ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. പക്ഷേ അത് ചെയ്താലോ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഒരു വലിയ ലാഭം കിട്ടുന്ന ഒരു അത്ഭുത വൃക്ഷം കൂടിയിട്ടാണ് ചന്ദനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണം കായ്ക്കുന്ന മരം, അത് കേട്ടിട്ടുള്ളൂ. ഇതാണ് റിയാലിറ്റി.
പണം കായ്ക്കുന്ന മരം ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, അതാണ് സാൻഡൽവുഡ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് വന്നത് ഇങ്ങനെ തന്നെയാണ്. ചെല്ലുമ്പോൾ തന്നെ ഇത് ആട് തേക്ക് മാഞ്ചി അല്ലെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 1992 കോഴിക്കോടുള്ള അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി പേര് മാറ്റിയിട്ട് പാലക്കാട് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ട് പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് സ്ഥലം മേടിച്ചു ആ കമ്പനിയുടെ പേരിൽ. എന്നിട്ട് HYC ഫൗണ്ടേഷൻ എന്തോ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവിടെ ഇദ്ദേഹം തേക്ക് നടന്നു, മാഞ്ചി നടന്നു. ഇത് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്, വളത്തിന് വേണ്ടിയിട്ട് ആടിനെ അവിടെ വളർത്തുന്നു കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ ആട് പെറ്റ് പെരുകുന്നു, മരങ്ങൾ വളരുന്നു. അപ്പം നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 5 കൊല്ലം കൊണ്ടെന്തോ 2 ലക്ഷമാക്കി തരാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് മുഴുവൻ അറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നു. അപ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ മാഡം 1 lakh rupees തന്നാൽ 2 lakhന് ചെക്ക് വരും 5 കൊല്ലം കഴിഞ്ഞ് മാറാനുള്ള. ഓക്കെ, എൻ്റെ ചെക്ക പണ്ടൊക്കെ അറിയാലോ, ചെക്ക് എത്ര കൊടുത്താലും ബാങ്കിൽ നിന്ന് അല്ലെ 500 രൂപ കൊടുത്താൽ തന്നെ ചെക്ക് ബുക്ക് ഒക്കെ തരും, പൈസ ഉണ്ടാവണം എന്നില്ല. അപ്പം തന്നെ മനസ്സിലായി എന്താണ് അത്, സ്കേമാണ് ഓൾറെഡി. പേര് മാറ്റിയിട്ട് തുടങ്ങിയേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്തത് പേര് മാറ്റി. ഓക്കെ, അത് ഒന്നാമത്തത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 ഏക്കർ ഭൂമി, ഇതാണ് ഞങ്ങൾ ഒരു പ്രൊജക്ട്. ഈ 2 ഏക്കർ ഭൂമിയെ 45 സെന്റ് പ്ലോട്ടാക്കി തിരിക്കും. മാമിന് വേണമെന്ന് വിചാരിക്കാം. ഒരിക്കലും ഞങ്ങൾ പറയുന്നത് വന്ന് കണ്ട് ഇഷ്ടപ്പെടാതെ ഇത് വാങ്ങരുത്. അതായത് ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, എന്നെ വിശ്വസിക്കരുത്. ആദ്യം വന്ന് സ്ഥലം കാണാം. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ ചെന്നു നിങ്ങൾക്ക് പ്ലോട്ട് നമ്പർ 1 മുതൽ 40 വരെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഭൂമി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഏതാണ് നോക്കിയിട്ട് പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ മാമിന്റെ പേരിൽ അന്ന് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്തായി? തന്ന പൈസക്കുള്ള പ്രോപ്പർട്ടി നിങ്ങളുടേതായി. അപ്പൊ ഇതിനെ പറയുന്നത് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയാം. അതായത് തന്ന പൈസക്കുള്ള മുതൽ അങ്ങോട്ട് തന്നു. ഓക്കെ ആണല്ലോ. ഇനി ഞങ്ങളില്ലെങ്കിൽ എന്താ കുഴപ്പം? ക്ലിയർ ആയി? മറ്റോടത്ത് അതില്ല, പോയി അല്ലേ? പ്രോപ്പർട്ടി കാണുന്നില്ല. ഇനി കണ്ടാൽ തന്നെ എന്തുണ്ട്? ചെക്കാ കൊടുത്തേക്കട. ഇതെന്ത് ചെയ്തു? ഇവിടെ ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപം സേഫ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാൽ അതിനൊറ്റ പേരേ ഉള്ളൂ, ഭൂമിയാണ്. കാരണം എന്നറിയോ? കൊടുത്ത പൈസക്കുള്ള സാധനം കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആയോ? ഇത് മറ്റ് ഇൻവെസ്റ്റ്മെന്റിലില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ ഉണ്ട്. അതിലെന്താണ്? കൊടുത്തു, പക്ഷെ കിട്ടി പോയാൽ പോയി. ഇതിനെ പറയാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. മറ്റേത് ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും എന്നാ പറയാം. 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം കിട്ടും. പക്ഷെ ആ 1 ലക്ഷം സേഫ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ തരുന്ന 12 ലക്ഷം സേഫാണ്. ഡോക്യുമെന്റ് കൈ കിട്ടി. അതാണ് ഏറ്റവും വലിയ പ്ലസ്. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. കൊടുത്ത പൈസക്കുള്ള സാധനം ആദ്യം കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? മാം വന്നു, രജിസ്റ്റർ ചെയ്തു, ആധാർ കൈ കിട്ടി, ആധാറായിട്ട് കിട്ടിപ്പോ. ഓക്കെ, ഇനി മാഡത്തിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് 20 ചന്ദനത്തിൽ നട്ടുതരാം. ഓക്കെ, ഇതിന്റെ പ്രൊട്ടക്ഷനും പരിപാലനം ഞങ്ങൾ ഏറ്റെടുക്കാം. എല്ലാ വർഷവും ഞങ്ങൾക്ക് 10,000 രൂപ വെച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് തരണം. ഓപ്ഷൻ 1 മാം സമ്മതിച്ചു. ഒരു എഗ്രിമെന്റിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുള്ളൂ. അതായത് ഇതിന്റെ കറക്റ്റ് വരുന്നത് ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ ഇത് മുറിക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഏകദേശം ഒരു 20 കിലോത്തോളം ഇതിന് കാതലുണ്ടാവും. ഈ കാതലിന് ഇന്നത്തെ റേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ 20,000 റുപ്പീസാണ് കാതലിന്. അതായത് 20,000 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 4 lakh റുപ്പീസായി കാതലിന് മാത്രം. മൊത്തം 16 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആവറേജ് 2,000 വെച്ച് അതിനും കിട്ടും. അപ്പൊ ഏകദേശം ഒരു 4 ലക്ഷം രൂപ അതിനും കിട്ടും. ടോട്ടൽ ഒരു മരത്തിന് 8 ലക്ഷം രൂപ. എത്ര മരണ്ട് ഭൂമിയിൽ? 20 എണ്ണം. 20 ഇൻറ്റു 8 ലക്ഷം എത്രയായി? 1,60,00,000 രൂപ. ഇത് എവിടെ നിന്നാ കിട്ടുക? മാമിന്റെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോപ്പർട്ടി ഓണർ ഡോക്യുമെന്റ് ആയിട്ട് ചെല്ലണം. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കൊടുത്താൽ ട്രഷറിയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരും. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല. 10 കൊല്ലം മുമ്പ് ചെയ്തത് ഇപ്പൊ അതൊക്കെ എത്ര കിട്ടിയേനെ? 1,60,00,000 കിട്ടിയേനെ. ഭൂമി അവിടെ ഉണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ. ഭൂമി വീണ്ടും മറച്ചു വെക്കേ വീണ്ടും തുടങ്ങി ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണേ ഉള്ളൂ അല്ലെ? എടുത്തിട്ടില്ലല്ലോ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 10 ഇയർ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് 1980 1 കിലോ ചന്ദനത്തിന് 20 രൂപ ഉണ്ടായിരുന്നു. 20 രൂപ.
1980 90 വന്നപ്പോ 200 രൂപ. ഇത് 2008 വന്നപ്പോ 3000 റുപ്പീസ് ആയി. 3000 കയറുന്നു. അതൊരു വലിയ ജമ്പിങ് ആണ്. 2008 നിന്ന് 2023 വന്നപ്പോ 20,000 രൂപയായി. ഓക്കെ, ഇവിടെ തീരെ വില കുറയാത്തൊരു സാധനം കൂടി അങ്ങനെ ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയണത് 10 കൊല്ലത്തിനുള്ളിൽ 1 ലക്ഷം രൂപ 1 കിലോയ്ക്ക്. അപ്പോൾ ഇവിടെ കണക്കുകൾ പറയണത് 10 വർഷത്തിന് ശേഷം 1 ലക്ഷം രൂപ 1 കിലോയ്ക്ക്. അങ്ങനെ വരുമ്പോൾ 5 കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ആ 5 കോടി കിട്ടുമ്പോൾ അതിൻ്റെ 5% ഞങ്ങൾക്ക് തരണം. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇപ്പോഴല്ല. ഞങ്ങളുടെ ബെനിഫിറ്റ് ഈ പറയുന്ന 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ട് മേടിച്ച് തരുന്നോ അതിൻ്റെ 5% ആണ് ഞങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് 5 കോടി കിട്ടുവാണെങ്കിൽ 25 ലക്ഷം രൂപ. ഓക്കെ, അത് തെറ്റില്ലല്ലോ. ഇല്ല, തെറ്റില്ല. ഇങ്ങനെ പറയണത് ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി. ഞാൻ നിങ്ങളെ സഹായിക്കാം പൈസ ഉണ്ടാക്കാൻ, അതിലൂടെ ഞാനും പൈസ ഉണ്ടാക്കും. തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പല പ്രസ്ഥാനങ്ങളും വന്ന് പൂട്ടി പോകുന്നുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് കാര്യം എന്ന് വെച്ചാൽ, ഒന്നുമില്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, അപ്പൊ അവർ പൊടിഞ്ഞു പോകും. 2, ഇത് വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാവില്ല, കാരണം ഒറ്റയ്ക്ക് പറ്റില്ല, ഒരുപാട് എക്സിക്യൂട്ടീവ്സ് വിൽക്കാനായിട്ടുണ്ട്. 3, വാങ്ങുന്ന കസ്റ്റമർക്ക് ലാഭമില്ലെങ്കിൽ അവർ വാങ്ങില്ല. ഇവിടുത്തെ ഗുണം എന്താ? വിൽക്കുന്ന കമ്പനിക്ക് ലാഭമുണ്ട്, വിൽക്കുന്ന സെല്ലേഴ്സിന് പ്രോഫിറ്റ് ഉണ്ട്, നല്ല പ്രോഫിറ്റ് ഞങ്ങൾ കൊടുക്കണം. ഓക്കെ, 3ാമതായിട്ട് വാങ്ങുന്ന കസ്റ്റമർക്ക് 12 ലക്ഷം രൂപ മുടക്കിയാൽ 5 കോടി രൂപ പ്ലസ് ലാൻഡ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, വേറൊന്നുമല്ല. ഇവിടെ ഓൾറെഡി ഭൂമി ഇവിടെയുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇവിടെയുണ്ട്, ചന്ദനം ഇവിടെയുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ കൃഷിയും ഇവിടെയുണ്ട്. ഞങ്ങളൊന്നും പുതുതായിട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു, ഇതിനെല്ലാവരും കൂടെ ഒരുമിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ടെക്നോളജി ആഡ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ മുഖമുദ്ര ഇതാണ്, ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ വിത്ത് ടെക്നോളജി. ഓക്കെ, അപ്പോ കൾട്ടിവേഷനിൽ ടെക്നോളജി കൊണ്ടുവന്നു, അതിനെ ആക്സിലറേറ്റ് ചെയ്തു. ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു തെറ്റാണ്. കൂടുതൽ ആൾക്കാർ ഈ 60 വയസ്സുവരെ പറഞ്ഞറിയോ, അയ്യോ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊരു എന്നാന്നറിയില്ലേ. അതിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ധാരണ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് എംപ്ലോയീസ് 56 വയസ്സ് റിട്ടയർമെന്റ്, പിന്നെ അവരുടെ മുമ്പിൽ പ്രതീക്ഷകളൊന്നുമില്ല. ഞങ്ങളിവിടെ ചെയ്യണത് ഇവരെ വീണ്ടും 35 കൊല്ലം ജീവിക്കാനുള്ള പ്രതീക്ഷ കൊടുക്കുക. അതിൽ പുതിയൊരു കണക്ക് വന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ. അതായത് ഒരു ശരാശരി മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വർഷം, ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് 35 വയസ്സ് വരെയായിരുന്നു. ഓക്കെ, ആവറേജ്. കാരണം അന്ന് ശിശുമരണ നിരക്ക് കൂടുതലായിരുന്നു, അന്ന് പകർച്ചവ്യാധി പോലുള്ള മറ്റുള്ള അസുഖങ്ങൾക്ക് മരുന്നുണ്ടായിരുന്നില്ല, പിന്നെ ക്യാൻസർ പോലെ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് മെഡിസിൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് സയൻസിന് ഗ്രോത്ത് വന്നപ്പോൾ ഒരു ശരാശരി മനുഷ്യന്റെ ഡെത്ത് റേറ്റ് ഇപ്പൊ നിൽക്കുന്നത് 86ലാണ്. ഇത് 2030 ആകുമ്പോഴേക്കും 95 ആ. അപ്പൊ അതായത് നമ്മളൊക്കെ മരിക്കാൻ പോണത്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വർഷം 95 വയസ്സ് വരെ. അപ്പോൾ 60 വയസ്സായിരിക്കുന്ന വ്യക്തിക്ക് ഇത് വാങ്ങിയ ഗുണം എന്താ? ഒരു 70-75 വയസ്സിൽ ഒരു മിനിമം 160 ഇപ്പോഴത്തെ റേറ്റിൽ ഗ്യാരണ്ടീഡ് 5 കോടി വരെ പോകാൻ ചാൻസും ഉണ്ട്. അവർക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തുകൂടെ? ഇവിടെ ആളുകൾക്ക് എന്താണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്താ മാമിന് റിട്ടയർമെന്റ് ലൈഫ് എന്താന്നുള്ളത്? ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ 40ാമത്തെ വയസ്സിലും 50ാമത്തെ വയസ്സിലും ജോലി ചെയ്യേണ്ട വരുമാനമുണ്ട്. അപ്പൊ ജീവിക്കുന്ന ജീവിത രീതി, ആ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ഇത് തന്നെ മരണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അപ്പൊ വരുമാനമില്ല. 60 വയസ്സ് കഴിഞ്ഞ് വരുമാനമില്ല, 60 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യമില്ല, അസുഖങ്ങളുണ്ട്, കൂടുതലാണ്. ആ സമയത്തും 50-ലെ പോലെ 40 വയസ്സിലെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? അതിനാണ് സമ്പത്ത് വേണം എന്ന് പറയുന്നത്. ആളുകൾക്ക് അറിയില്ല എന്തിനാണ് സമ്പത്ത് എന്ന്, ആർക്കും അറിയില്ല. മാമിന് അറിയാം എന്തിനാ സമ്പത്ത്? പോട്ടെ, സമ്പത്ത് എന്താണെന്ന് അറിയാം. പണം നമുക്കറിയാം അല്ലെ? ഇപ്പോ ഈ പണം എന്ന് പറയുന്ന സാധനം ഇത് ഓൾറെഡി റിസർവ് ബാങ്ക് കമ്മട്ടത്ത് പ്രിന്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ കിട്ടണേ? ഇത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ പറയണത്, വാട്ട് ഈസ് മണി? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റോ സർവീസോ കൊടുത്താൽ അതിന് പ്രത്യുപകാരമായി തരുന്ന ഉപോൽപ്പന്നത്തിന്റെ പേരാണ് പണം. ക്ലിയർ ആണല്ലോ?
ഈ പണം മാമിന്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. അതെ. ഓക്കെ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതേ കിട്ടൂ അല്ലേ? അപ്പൊ ഇത് പണം. ഇനി ഈ പണം നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. സമ്പത്ത് എന്തിനാ? മാം പണം ഉണ്ടാക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് കൊടുക്കാറുണ്ട്, 50 ലക്ഷം രൂപ. നിങ്ങളത് വാങ്ങണം. എല്ലാ മാസവും ആ ബിൽഡിംഗിന് 2 ലക്ഷം രൂപ വാടക കിട്ടുമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് കൊടുക്കണ്ട, ആരോഗ്യം വേണ്ട. അപ്പൊ എല്ലാ മാസവും 2 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര വാടക കിട്ടിയാലും ആ വാടക തരുന്ന ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേരാണ് സമ്പത്ത്. ക്ലിയർ ആയാലോ? അത് നമുക്ക് ആരോഗ്യം വേണ്ട. ഇത്തരത്തിലുള്ള സമ്പത്ത് നമ്മൾക്കുണ്ടോന്ന ചോദ്യം ഇന്ന് ഞാൻ ചോദിച്ച മിക്ക ആളുകൾക്ക് അതില്ല. എങ്ങനെ ജീവിച്ചു പോണു? ഇപ്പൊ മിനിഞ്ഞാന്ന് മാതൃഭൂമിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ 100 കോടിക്ക് മേലെയുള്ള ജനങ്ങള് ജീവിക്കണത് അന്നാന്നത്തുള്ള ആ നിത്യച്ചെലവുള്ള പൈസയെ അവരെ കയ്യിലുള്ളൂ, മുകളിലേക്കില്ല. അത് തന്നെ പ്രശ്നം കൊടുത്തേ. കാരണം അവർക്ക് വെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് പ്രൊജക്റ്റ് വാങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ചെയ്യണം. അപ്പൊ അതിൽ ഞങ്ങൾ പറയുന്ന ചെറിയൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അതായത് പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തിനം. ഇത് പലരും മറന്നുപോയി. ഞങ്ങൾ എന്ത് ചെയ്തു? അതേ സാധനം ഒന്ന് റീവർക്ക് ചെയ്തു. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. ഇത്രേ ഉള്ളൂ, സമ്പത്ത് കാലത്ത് തൈ 20 വെച്ചാൽ ആരോഗ്യമില്ലാത്ത സമയത്ത് 5 കോടി വാങ്ങി റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം. ഇത്രേ ചെയ്തുള്ളൂ അല്ലേ? ഇവിടെ ആരുടെയും പണം അപഹരിക്കപ്പെടുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ മാം 12 ലക്ഷം തന്നു, തിരിച്ചെന്ത് തന്നു? ഡോക്യുമെന്റ് തന്നു, ചന്ദനത്തെ വെച്ചു, വളർന്നു, പൈസ കിട്ടി. ഇനി ഒന്നും കിട്ടിയില്ല. എന്തുണ്ട് അവിടെ? ഭൂമിണ്ട്. ഞാനൊരു എക്സ്ട്രീം ലെവൽ പറയാണ്, 10 കൊല്ലം കഴിഞ്ഞു, ഒന്നും കിട്ടില്ല എന്ന് ചോദിച്ചു. അവിടെ എന്തുണ്ട്? ഭൂമി അവിടെ ഉണ്ട് മാമിന്റെ പേരിൽ. ഇനി ഭൂമിയുടെ പ്രത്യേകത അറിയോ? കേരളം 96 ലക്ഷം ഏക്കറാണ് കേരളത്തിന് വിസ്തീർണം ഉള്ളത്. ഇതിലിനി സെല്ലബിൾ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഒരു 12 ലക്ഷം ഏക്കർ ബാക്കിയുള്ളൂ. ഈ 96 ലക്ഷത്തിൽ ഇനി വിൽക്കാനായിട്ട് 12 ലക്ഷം ബാക്കിയുള്ളൂ. 10 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ 1 സെന്റ് ഭൂമി എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം എന്നാ പറയണത്. ഞാൻ പറഞ്ഞല്ല കേട്ടാ. കാരണം എന്തറിയോ? ഇവിടെ ജനസംഖ്യ കൂടുന്നു, അതിനനുസരിച്ച് ഭൂമി ഇല്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഭൂമി ഇത് വിൽക്കില്ല, അവരതായി. ഇപ്പൊ എടപ്പള്ളി ലുലുമാള്, ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു അവിടെ ഒരു വീട് വെക്കണം. ഇനി കിട്ടുമോ? പോയി. ഞാൻ കിട്ടില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്ഥലം കിട്ടില്ല. അതൊക്കെ ഇനി അത് നമുക്ക് വിൽക്കാൻ പറ്റാത്തതായി, വാങ്ങാൻ പറ്റില്ല. എത്ര കോടി കൊടുത്താലും തരുമോ? കിട്ടില്ല. ആ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഓൾറെഡി ബാംഗ്ലൂര്, ബോംബെ, ഉത്തർപ്രദേശ് ഇവിടെയുള്ള മെട്രോ സിറ്റിയിലൊന്നും ഭൂമി ഇല്ല. അവിടെയൊക്കെ സ്ക്വയർ ഫീറ്റിന്റെ പൈസ, ഒരു സ്ക്വയർ ഫീറ്റിന് 3 ലക്ഷം രൂപ ബോംബെയിൽ. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 400 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് 1 സെന്റ് ഭൂമിക്ക് ബോംബെയിലെ കണക്ക് കൂട്ടിയ 36 കോടി രൂപ. നോക്കിയേ, 3 ലക്ഷം സ്ക്വയർ ഫീറ്റിന്. ആ 3 ലക്ഷം വീണ്ടും കൂട്ടിയൊക്കെ 400 വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയും അല്ലേ? ഹ്യൂജ് എമൗണ്ട്. ഇത് തന്നെയാണ് കേരളത്തിന് സംഭവിക്കാൻ വേണ്ടി പോകണം. അപ്പൊ എന്താ ഗുണം? ഇപ്പൊ 5 സെന്റ് ഭൂമി വാങ്ങിയിട്ടാൽ ചന്ദ്രൻ അവിടെ നിൽക്കട്ടെ. ആ 10 വർഷം കഴിഞ്ഞ ഭൂമി മാത്രം വിറ്റ് എത്ര കിട്ടും? മാത്രമല്ല, പുതിയ റിപ്പോർട്ട് ഈ വർഷം തന്നെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് തുരങ്കപാത വരെ വയനാട്ടിലത്തെ ഭൂമിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യത അതും കൂടെ ഇവിടെ കാണാം. ഇവിടെ എക്സ്പെൻസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, സാധനങ്ങളുടെ വില. അതിനനുസരിച്ച് ഇൻകം കൂടുന്നില്ല. അപ്പൊ ഇന്ന് ഒരു മിഡിൽ ക്ലാസ് ആയിരുന്ന വ്യക്തിക്ക് 2 ചോയ്സേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഹൈ ക്ലാസ് ആവണം, അല്ലെങ്കിൽ ലോ ക്ലാസ് ആവണം. ഏത് വേണമെന്ന് ചിന്തിക്കാനുള്ള സമയം ഇപ്പോഴാണ്. അത് ചിന്തിക്കാൻ ആ ചിന്തിക്കുമ്പോൾ വെറുതെ ചിന്തിച്ചാൽ പോരല്ലോ, എന്തേലും മുന്നിൽ വേണം. അതിനുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ റെഡി കൊടുക്കണം. അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഓക്കെ, ഇല്ലെങ്കിലോ അവരും നാളെ നേരെ താഴത്തേക്ക് ലോ ക്ലാസ്സിലേക്ക് മാറ്റപ്പെടും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓരോ റേറ്റ് നിങ്ങൾ നോക്കുക അല്ലെ? ഓരോ മാസം ഇപ്പൊ ഒരു ചെറിയ ഫാമിലിക്ക് ഇപ്പൊ മാസം ജീവിക്കാൻ എത്ര രൂപ വേണം? ഒരു 10,000 20,000 എങ്കിലും വേണ്ടേ? പണ്ട് 1 രൂപയ്ക്ക് ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു, 10 രൂപ ജീവിച്ചിരുന്നു അല്ലേ? ആ കാലൊക്കെ മാറിയില്ലേ? അപ്പൊ ഇനി പോകും തോറും നമ്മളൊന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ, അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനുള്ള ഈ ഒരു പ്രൊജക്റ്റ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് തുടങ്ങിയത്.
അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആട് തേക്ക് മാഞ്ചിയം വീരപ്പൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ മാറ്റി വെച്ചാൽ ഞങ്ങൾക്കറിയാം ഈ പ്രൊജക്റ്റ് അത്ര കണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് റിസ്ക് ഉണ്ടായിട്ട് പോലും ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ കാരണം. അപ്പൊ ഈ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ മാത്രമാണോ അതോ പാർട്ട്നേഴ്സ് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ എൻ്റെ ബ്രദർ ഉണ്ട്, ഞങ്ങൾ 25 വർഷമായിട്ട് ഒരുമിച്ച് തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേറെ പുറത്തുനിന്നുള്ള പാർട്ട്നേഴ്സ് ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ ഭൂമിയില്ല, ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ ചാനലിൽ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ ആദ്യം ചെയ്ത് ഞങ്ങളുടെ പേരിലുള്ള ഭൂമിയുടെ ആധാരം അയച്ചു കൊടുക്കാം. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തതും ഓരോ ഭൂമി എടുക്കുന്നു, അത് വിൽക്കുന്നു, വീണ്ടും വാങ്ങുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയിട്ട് അത് കസ്റ്റമർക്ക് മുറിച്ച് വിറ്റ് പോവുക ചെയ്യണത്. പിന്നെ ചില കേസിൽ മാത്രം ജോയിന്റ് വെഞ്ചർ വരാറുണ്ട്, അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഒറ്റയ്ക്ക്, അതായത് 28,000 പ്ലോട്ട് എനിക്കും എൻ്റെ ബ്രദറിനോ ഒന്നും വെറുതെ ഇരുന്നാൽ വിൽക്കാൻ പറ്റില്ല. അതും മറ്റു പരസ്യം കൊടുത്താലൊന്നും ഇത് പെട്ടെന്ന് വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെയുള്ള 25 കൊല്ലത്തിയ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ വെച്ചുകൊണ്ട് തന്നെ ഒരു റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതിയുടെ കൊണ്ടുവന്നേക്കാണ്. അവരെ കോണ്ടാക്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങളത് മാർക്കറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്.